Hi, hello. Welcome you all to Econometrica. Myself Kavya. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2വിന്റെ സിലബസ് ആണ്. അപ്പോൾ നമ്മളുടെ പുതിയ സിലബസ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ഇതുവരെയും വന്നിട്ടില്ല. ഇത് നമ്മളുടെ പ്രീവിയസ് സിലബസ് ആണ്. നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് ഒന്നും നമ്മുടെ സിലബസ് പാറ്റേണിൽ വരാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ബേസിക്കലി എക്കണോമിക്സ്, അതുപോലെ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് സ്ട്രീമിൽ ഉൾപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സുവർണമായിട്ടുള്ള ഒരു അവസരം തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം എന്ന് പറയുന്നത്. അപ്പം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിന്റെ സിലബസ് ആണെന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. ടോട്ടൽ 100 മാർക്സ് ആണ് ഇവിടെയുള്ളത്. ഇതിന്റെ പാർട്ട് 1 എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ് വരുന്നത്. ഈ എക്കണോമിക്സിൽ തന്നെ ഏതൊരു എക്സാമിനും ചോദിക്കുന്ന ബേസിക് ആയിട്ടുള്ള എക്കണോമിക് തിയറീസ് തന്നെയാണ് ഇവിടെയും കയറി വന്നിട്ടുള്ളത്. മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ ആണ്. അത് 4 മാർക്കിനാണ് ചോദിക്കുന്നത്. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, യൂട്ടിലിറ്റി ഫങ്ഷൻസ്, ഡിമാൻഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പ്രൈസ്, ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, തിയറി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് റിലേറ്റഡ് ആയിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാം. അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെ കുറിച്ച് ചോദിക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആരാണ് കൊണ്ടുവന്നത്, ആരാണ് ഡെവലപ്പ് ചെയ്തത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഉള്ളവരും സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളവരും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും എഴുതുന്ന ഒരു പരീക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ഇൻഡെപ്ത് ആയിട്ട് ഒരു എക്കണോമിക് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിച്ചൊരു കാൻഡിഡേറ്റിനെ ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചോദ്യങ്ങളൊന്നും ഈ ഒരു മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. റിവീൽഡ് പ്രിഫറൻസ് തിയറി, അതേപോലെ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ദ തിയറി ഓഫ് ഡിമാൻഡ്, LES, CS ഡിമാൻഡ് ഫംഗ്ഷൻ, ബാൻഡ് വാഗൺ, സ്നോബ് ആൻഡ് വെബ്ലൻ എഫക്റ്റ്, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് കോബ് ഡോഗ്ലസ് പ്രോപ്പർട്ടീസ് ചോദിക്കാം. CS, VSന്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ചോദിക്കാം. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അടുത്തത് മാക്രോ എക്കണോമിക് തിയറി ആണ്. മാക്രോ എക്കണോമിക്സിൽ നമ്മളുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ISLM മോഡല്, മുണ്ടൽ ഫ്ലമിംഗ് മോഡല് ചോദിക്കാറുണ്ട്, അതിന്റെ അപ്ലിക്കേഷൻസ്. അതേപോലെ തന്നെ ബിസിനസ് സൈക്കിളിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിലിപ്സ് കർവ്, സാക്രിഫൈസ് റേഷ്യോ, ഒക്കൻസ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ക്ലാസിക്കൽ കെയ്നീഷ്യൻ മോണിറ്റേഴ്സ്, ന്യൂ ക്ലാസിക്കൽ, സപ്ലൈ സൈഡ്, റാഷണൽ എക്സ്പെക്ടേഷൻസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാക്രോ എക്കണോമിക് പോളിസി, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, ഇൻകം പോളിസി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള മേഖലയാണ്. ഇനി മൊഡ്യൂൾ 3ലേക്ക് കടന്നാൽ അവിടെ QT ആണ് വരുന്നത്. QT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു പെർട്ടിക്കുലർ എക്സാമിനും ചോദിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഏരിയാസ് ആണ് അവിടെ കവർ ചെയ്യുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, സ്ക്യൂനസ് കർട്ടോസസ്, കോറിലേഷൻ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ, ബേസ് തിയറം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ ബൈനോമിയൽ പോയിസോൺ, നോവൽ ഡിസ്ട്രിബ്യൂഷൻസ് മുതലായ ഏരിയാസ് ആണ് അവിടെ വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ MR, AR അപ്രോച്ചസ്, അത് നമ്മുടെ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് അല്ലെ, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇപ്പൊ നമ്മൾ RAയുടെ എക്സാം കഴിഞ്ഞു. RAയുടെ എക്സാമില് ശരിക്കും എക്കണോമെട്രിക്സ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രാമുഖ്യം കൊണ്ട് തന്നെ വളരെ വലിയൊരു വാസ്റ്റ് സിലബസ് ആയിരുന്നു. 5 മൊഡ്യൂൾ 6 മൊഡ്യൂൾ ആയിരുന്നു എക്കണോമെട്രിക്സിന് വേണ്ടി മാത്രം ഡിവോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അറിയില്ല മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എക്കണോമെട്രിക്സിന്റെ ഇമ്പോർട്ടൻസ് വീണ്ടും വർദ്ധിക്കുമോ എന്നതിനെ കുറിച്ച്. എന്നിരുന്നാലും ഇവിടെയും ഈ ഒരു പ്രീവിയസ് സിലബസ് നോക്കുമ്പോഴും എക്കണോമെട്രിക്സിന്റെ ഏരിയയിൽ നിന്ന് റിപ്പീറ്റഡ് ആയി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഒരു 50 ചോദ്യം പഠിച്ചാൽ മതി. നമ്മുടെ ചാനലിലൂടെ 50 ചോദ്യം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇപ്പം തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആകുള്ളൂ. ബെൽ ബട്ടണും അമർത്തുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുള്ളൂ. അപ്പൊ നമ്മൾ 50 ചോദ്യങ്ങൾ എക്കണോമെട്രിക്സിന്റെ ഏരിയയിൽ നിന്നും ഡിസ്കസ് ചെയ്യും. ആ 50 ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി അടുത്ത മൊഡ്യൂൾ വരുന്നത് മൊഡ്യൂൾ 4 എക്കണോമിക് ഡെവലപ്മെന്റ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് ആണ്. അത് 4 മാർക്കിനാണ് ചോദിക്കുന്നത്. അവിടെ കോൺസെപ്റ്റുകൾ, അതായത് HDI, PQLI, HPI,
മുതലായ കോൺസെപ്റ്റുകളാണ് അവിടെ കൂടുതലായിട്ടും നിങ്ങളോട് ചോദിക്കുന്നത്. ലോറൻസ് കർവ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഗിന്നി കോയിഫിഷ്യന്റും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ചോദിക്കുന്നത് ഈ ഒരു മേഖലയിൽ പല തിയറികളാണ്. ക്ലാസിക്കൽ തിയറി, നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറി, ലൂയിസ് തിയറീസ്, അതേപോലെ നെർക്സ് തിയറി, ഹാരോഡോമർ, സോളോ മോഡൽ, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മണി ആൻഡ് ബാങ്കിങ്, സ്മിത്ത്, റിക്കാർഡോ, എക്ഷറോഫ്ലിൻ തിയറി, ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഇതൊന്നും ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കാതെ വെക്കരുത്. കാരണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അടുത്തത് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള. ഇത് കുറച്ചുകൂടെ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ സ്യൂട്ടബിൾ ആയിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ്, GDP, എംപ്ലോയ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കാനുള്ളത് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ്, ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഒന്ന് നോക്കുന്നത് ഉചിതമായിരിക്കും. അപ്പൊ ഇവിടെ ബേസിക്കലി മൈഗ്രേഷൻ, അർബനൈസേഷൻ, ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ്, ഫിസിക്കൽ സ്കെനാരിയോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെയും കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. കേരളയുടെയും കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഇത്രയുമാണ് എക്കണോമിക്സിന്റെ ഏരിയയിൽ നിന്ന് വരുന്നത്. മാത്സിന്റെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലസ് ഉണ്ട്. അവിടെ ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എക്കണോമിക്സ് പഠിച്ച കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരൊക്കെ ഈ ഒരു സ്റ്റാറ്റി ബേസ് അല്ലെങ്കിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളവർ തന്നെയാണ്. ബേസിക് ടൂൾസ് ഫോർ ഇക്കണോമിക് അനാലിസിസ് എന്ന് പറയുന്ന BA സെക്കൻഡ് ഇയർ പേപ്പറിൽ നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചിട്ടുള്ളതാണ്. മാത്സുകാർ ഓൾറെഡി പഠിക്കുന്നുണ്ട്, സ്റ്റാറ്റിക്കാരും പഠിക്കുന്നുണ്ട്. കൊമേഴ്സുകാർ സ്റ്റാറ്റി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഏരിയയിലും നിങ്ങൾ ഇത് കവർ ചെയ്യുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂൾ ആണ്. അടുത്തത് മക്കളെ നമ്പർ തിയറി ആൻഡ് ആൾജിബ്ര ആണ്. അതിന്റെ അകത്ത് നമുക്ക് LCM ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് HCF, GCD HCF കാണാൻ പഠിക്കണം. യൂളേഴ്സ് ഫോർമുല ഫങ്ഷൻസ് ഉണ്ട്. ലിറ്റിൽ ഫെർമാറ്റ് തിയറി ഉണ്ട്. പോളിനോമിയൽസ്, ഫാക്ടറൈസേഷൻ, ഗ്രൂപ്പ് സൈക്ലിക്കൽ തിയറി, ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. മൊഡ്യൂൾ 3ലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ ലീനിയർ ആൾജിബ്ര ഉണ്ട്. അവിടെ മെട്രിക്സ്, ഡിറ്റർമിനൻസ്, വളരെ ബേസിക് ആയിട്ടുള്ള മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ഡിറ്റർമിനൻസ് എങ്ങനെയാ, ഇൻവേഴ്സ് എങ്ങനെയാ മുതലായ കാര്യങ്ങളാണ് വരുന്നത്. ഇനി റിയൽ അനാലിസിസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൺവെർജന്റ്, ഡൈവർജന്റ് സീരീസ്, റൈമാൻ ഇന്റഗ്രൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊഡ്യൂൾ 5ലേക്ക് കടന്നാൽ അവിടെയും 4 മാർക്സിനാണ്. കോംപ്ലക്സ് അനാലിസിസ് ആണ്. അവിടെ നിങ്ങൾ നോക്കേണ്ടത് കോച്ചീസ് ഇന്റഗ്രൽ ഫോർമുല പഠിക്കുക, ഇന്റഗ്രൽ തിയറം പഠിക്കുക, അതേപോലെ ലൗറസ് സീരീസ്, ഹാർമോണിക് ഫംഗ്ഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ. സ്റ്റാറ്റിയുടെ ഭാഗത്തേക്ക് കടക്കുവാണെങ്കിൽ അവിടെ വീണ്ടും കണ്ടോ റിപ്പീറ്റഡ് ആയിട്ടാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി വന്നിട്ടുള്ളത്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, സ്ക്യൂനസ്, കർട്ടോസസ് ഇമ്പോർട്ടന്റ് ആണ്. കോറിലേഷൻ, റിഗ്രഷൻ ഇത്രയും അവിടെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബബിലിറ്റി തിയറിയിൽ നമുക്കൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. എല്ലാം തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ തിയറി അഗെയിൻ റെപ്പിറ്റേഷൻ ആണ്. നമ്മൾ മറ്റേതല്ല, അതായത് മാത്സ് തന്നെ പഠിക്കുന്നുണ്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ തിയറീസ്. അവിടെ ബൈനോമിയൽ, പോയിസൺ, ജിയോമെട്രിക്, നെഗറ്റീവ് ബൈനോമിയൽ, ഹൈപ്പർ ജിയോമെട്രിക്, മൾട്ടിനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിഫോം എക്സ്പോണൻഷ്യൽ, ഗാമ, ബീറ്റ നോർമൽ, ലോഗ് നോർമൽ, ലോജിസ്റ്റിക്, വെയ്ബിൾ, പാരറ്റോ, ബൈവാരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റുഡൻസ് TF chi-square ഡിസ്ട്രിബ്യൂഷൻ അതും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് എസ്റ്റിമേഷൻസ് ആണ്. എസ്റ്റിമേഷന്റെ അകത്ത് UMVUE ആൻഡ് കംപ്ലീറ്റ്നെസ്, ഇത് നമ്മളുടെ എക്കണോമെട്രിക്സിന്റെ ഏരിയ ആണ് കേട്ടോ. അവിടെ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്, 2 ടൈപ്പ് ഓഫ് ഇറേഴ്സ്, സിഗ്നിഫിക്കൻസ് ലെവൽ, പവർ ഓഫ് എ ടെസ്റ്റ്. പവർ ഓഫ് എ ടെസ്റ്റ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് BCC 110 എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ആ വീഡിയോയുടെ അകത്ത് ഈ പവർ ഓഫ് എ ടെസ്റ്റ്, ടൈപ്പ് 1, ടൈപ്പ് 2 ഇറേഴ്സിനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് സാമ്പിളിംഗ് തിയറിയാണ്. സാമ്പിളിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കവർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെയുള്ളത് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് ആണ്. അതിന്റെ അകത്ത് അനോവ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ CRD, RBD, LSD, BIBD ഇമ്പോർട്ടന്റ് ആണ്. ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ റീസെന്റ് ആയിട്ട് തന്നെ അടുത്ത് തന്നെ കറണ്ട് അഫയേഴ്സിന്റെ, അതായത് റീസെന്റ് ആയി കേരളയും ഇന്ത്യയുമായി റിലേറ്റ് ചെയ്യുന്ന ഫാക്ട്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഡെയിലി മോർണിംഗ് സെഷനിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് അത് അവൈലബിൾ ആക്കി തരുന്നതാണ്. എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏരിയയിലേക്ക് കടക്കുവാണെങ്കിൽ CSO, NSSO റിപ്പോർട്ട്സ് ഒക്കെ ഒന്ന് നോക്കുക.
നാഷണൽ ഇൻകം ടാബുലേഷൻ, GDP എത്രയാ, GNP എത്രയാ മുതലായ കാര്യങ്ങളും ഒന്ന് നോക്കുക. പാർട്ട് 4 കൊമേഴ്സിന്റെ ഏരിയയിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ്, അവിടെ വളരെ ബ്രിസ്ക് ആയിട്ടുള്ള വളരെ തിയറട്ടിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റ് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്, മാനേജ്മെന്റ് തിങ്കേഴ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിലേക്ക് പോകുമ്പോൾ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. GAAP പ്രിൻസിപ്പിൾസും ചോദിക്കാറുണ്ട്. ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അകത്ത് നിങ്ങൾ ഫിക്സഡ് അതുപോലെ ഫ്ലോട്ടിംഗ് ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, സെക്യൂരിറ്റീസ് ട്രേഡഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെബിയുടെ റോൾ ഫങ്ഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ഏരിയയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇ ബാങ്കിങ്, കോർ, ECS, EFT, RTGS, നെഫ്റ്റ്, സ്വിഫ്റ്റ് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് ഇവിടെ നമ്മുടെ സിലബസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പാർട്ട് 5 എന്ന് പറയുന്നത് 20 മാർക്കിന് റിനൈസൻസ് ചോദിക്കും. അതേപോലെ നിങ്ങൾക്ക് ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് ഉള്ളത്. GKയുടെയും കറണ്ട് അഫയേഴ്സിന്റെയും ക്ലാസ് നമ്മൾ ഉടനെ തന്നെ കുറച്ചായിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന പോലെ നമ്മൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് നമ്മളുടെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. സിലബസ് എല്ലാം വന്നു കഴിഞ്ഞു അല്ലെ? പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫുൾ സിലബസ് നമ്മുടെ ചാനലിൽ കവർ ചെയ്യുമോ എന്നുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സും GK ഏരിയാസും നമ്മൾ ഷുവർ ആയിട്ടും ഡിസ്കസ് ചെയ്യും. നമ്മൾ ഉടനെ തന്നെ ഓരോ ടോപ്പിക് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ചാനലിലൂടെ അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. അപ്പൊ ഇപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒട്ടും മറക്കാതെ ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആവശ്യമായിട്ട് ഉടനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ദിസ് ഇസ് മീ കാവ്യ.